ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ചായ, വൈകുന്നേരത്തെ ചായ. പിന്നെ ഇന്നത്തെയും പോലെ എനിക്കുള്ള പൊതി വന്നു. പൊതിക്കകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഇന്ന് ഞാൻ മാത്രമുള്ള പിള്ളേർ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള പൊതിയിൽ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളൊക്കെ ചായ കുടിച്ചോ? സമയം 4:45, 5 പോകുന്നു. ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൈയും കാലുമൊക്കെ ഗുടുഗുടുഗുടുഗുട വിറയ്ക്കും. അതുകൊണ്ട് ചായ കുടിക്കാട്ടാ. ഞാൻ പൊതി തുറക്കട്ടെ. അപ്പം ഇന്ന് അച്ഛൻ എനിക്ക് വേണ്ടി എന്താ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാവേ. എനിക്ക് ഉച്ചയ്ക്ക് പെട്ടെന്നൊരു പനി പോലെ, ഒരു തലവേദനയും, ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. അതിൻ്റെയൊക്കെ ഒരു ചൂടും വെളുപ്പിനത്തെ ഒരു ചെറിയ തണുപ്പും എല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ 2 ഫേവറേറ്റ് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. വൺ ഓഫ് ദ ഉഴുന്നുവട, പിന്നെ കോഴിക്കോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് കോഴിക്കോട്ട ഇഷ്ടമാണ്. പിന്നെ ഉഴുന്നുവട ഞാൻ എപ്പോഴും പറഞ്ഞിട്ടേ, എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് എൻ്റെ ഉഴുന്നുവട. ചിലർ ഉഴുന്നുവടയ്ക്കകത്ത് റവ കൂടുതലായിട്ട് ഇടും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഉഴുന്ന് മാത്രം ഇട്ട് കുറച്ച് റവ ക്രിസ്പിനെസ്സിന് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉഴുന്നുവടയാണ് ഇത്. അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ, നിങ്ങളും ചായ കുടിച്ചുകൊണ്ട്. ഞാൻ ഉച്ചയ്ക്ക് എന്തൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ എൻ്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി, അതും കൂടെ കണ്ടിട്ട് പോരും. ഇപ്പോൾ വേറെ സംസാരിക്കാം. ഓക്കെ. വരുമ്പോൾ ഇവിടെ ഒരാൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മ വന്നിട്ട് എനിക്കത് വെച്ച് തരണേന്ന്. അപ്പോൾ ഞാൻ വന്നിപ്പോൾ രാവിലെ വെച്ച് കൊടുത്ത്. ഞാനിവിടെ കുത്തി നോക്കിയായിരുന്നു കേട്ടോ വെന്തിട്ടുണ്ടോയെന്ന്. അടിപൊളിയായിട്ടുള്ള കേക്ക് ചെയ്തു തരാമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇനി ഇത് പുറത്തെടുക്കണം. ഈ വ്യക്തിയാണ് അത് ചെയ്തത്, മഹത് വ്യക്തി. എന്തൊക്കെ കൊണ്ടാ ചെയ്തത്? എങ്ങനെയൊക്കെ എന്നാ ചെയ്തേ? സോഡാപ്പൊടി, പിന്നെ മുട്ട, എല്ലാം കൂടി വെരി ഗുഡ്. നാളെ ഒരു വലിയ ബേക്കറാകും നീ. ഇപ്പോൾ പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് കേക്ക് പുറത്തെടുക്കാം. അപ്പോൾ പരീക്ഷണം ആയതുകൊണ്ട് അവൻ ചെറിയ പാത്രത്തിൽ അവൻ ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. ഞാനോർത്ത് വരുമോ ഇല്ലയോ അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. പക്ഷെ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവേ. ഇനി അത് തണുക്കട്ടെ, പുറത്തും കൂടെ എടുക്കാം. തണുത്തിട്ട് പുറത്തെടുത്ത് കാണിക്കാം അല്ലേ ഷെറിനെ? കേക്ക് ചെയ്ത് ഇനി ഒരു പാത്രത്തിൻ്റെ അകത്ത് കമത്തിയാൽ മതി. ഓക്കെ, കമത്തിക്കോളൂ. മുകളിൽ തട്ടണേ. അങ്ങനെ ഇത് കേക്ക് റെഡിയായി. ഇവിടെ ഒന്നും കരിഞ്ഞിട്ടില്ല, ഒന്നുമില്ല, നല്ല സോഫ്റ്റ്. സൂപ്പർ കേക്കടാ. വെട്ടടാ, മുറിയടാ. ഹാപ്പി ബർത്ത്ഡേ പാടി മുറിയടാ, നിന്റെ ആദ്യത്തെ കേക്ക്. ഇങ്ങനെ എടുത്ത് കാണിക്കൂ. ഇതിങ്ങനെ നല്ല സോഫ്റ്റ് കേട്ടോ, വെരി നൈസ് ഡാ, സൂപ്പർ. സാൻഡ്ര സാൻഡ്ര സൂപ്പർ അല്ലേ സാൻഡ്ര? അടിപൊളിയല്ലേ? സാൻഡ്ര നൂഡിൽസ് കഴിക്കുന്നു. കട്ട് ചെയ്തോ, ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തോ. ഓ, വെരി സോഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഷെറിൻ രാജൻ. ഓ, അടുത്ത മാസം നിന്റെ ബർത്ത്ഡേ. അപ്പം നീ തന്നെ കേക്ക് ഉണ്ടാക്കുമല്ലോ, നമ്മൾ പുറത്തൊന്നും മേടിക്കണ്ടല്ലോ. ഓക്കെ, രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കിലായതുകൊണ്ട് ശരിക്കും എടുക്കുന്നില്ല. എന്നിട്ട് നോക്കാം. ഇങ്ങനെ നീ തന്നെ കേക്ക് ഉണ്ടാക്കി തന്നെ തിന്നേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ വായിൽ വെച്ച് വരും, ഞങ്ങളല്ലേ പറയണ്ട്. നല്ല അച്ഛനും കൊടുക്ക്. സൂപ്പർ. ഇന്ന് കഴിക്കാനായിട്ട് ചോറ്, നല്ല അയല മീൻ കറി തേങ്ങ അരച്ചത്, പിന്നെ അയല വറുത്തത്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയല വറുത്ത് കഴിക്കുന്നത്. ഇന്നത്തെ കറി എന്തോ ഒരു ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചാറ് പിറ്റേ ദിവസമൊക്കെ എടുക്കുള്ളൂ മീൻ കറി വെച്ചാൽ. പക്ഷേ ഇന്ന് തന്നെ ഞാൻ ഒഴിച്ച് അച്ഛൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയും കൂടി കൂട്ടി, മീൻ വറുത്തതും കൂട്ടി ഇന്നത്തെ എൻ്റെ ശാപ്പാട്. അപ്പോൾ നിങ്ങളെന്തൊക്കെ കഴിച്ചു എന്നുള്ളതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. അപ്പോൾ എല്ലാവരും അത് കണ്ടോ? ഞാൻ അവൻ ഇന്നലെ വീട്ടിലായിരുന്നു ഷെറിനെ. അപ്പോൾ
കടയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു അമ്മ അമ്മയുടെ സഹായം എനിക്ക് വേണമെന്ന്. അപ്പോൾ എന്താടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു സാധനം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അമ്മ അത് തീ കത്തിച്ച് തരണം, ഒന്നി മറ്റേ ഇതിൽ വെച്ച് തരണം, ഓവനിൽ വെച്ച് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്തു തരണമെന്ന്. അപ്പോൾ എന്താണെന്നറിയില്ല. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ചെറിയൊരു ബൗളിൻ്റെ അകത്ത് ബാറ്റർ കലക്കി വെച്ചിരിക്കുന്നത് എന്താണ്. അപ്പോൾ എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവന് പുച്ഛിച്ച്, ഇനി ഇതിൻ്റെ അകത്ത് സോഡാപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ഇല്ല, ഇനി എന്തൊക്കെയാണാവോ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു രാത്രി 10:30 ഇനിയിപ്പോൾ ഇതുണ്ടാക്കാൻ പറ്റത്തില്ല, രാവിലെ എന്തായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആശാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ എന്നോട് അമ്മ രാത്രി വാക്ക് തന്നതാണ് ഇപ്പോൾ ചെയ്തിറങ്ങാം. എടാ ഇപ്പോഴും സമയമായിട്ടാണ്. അമ്മ പ്ലീസ് ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നാ. ഓക്കെ, അപ്പോൾ ബാറ്ററെല്ലാം റെഡി ആയിട്ടിരിക്കല്ലേ. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ട് ആ ചെറിയ പാത്രമാണ്, കുക്കറിൻ്റെ അകത്ത് ഇറക്കി വെക്കുന്ന പോലെ ചെറിയൊരു പാത്രം, കിണ്ണി എന്ന് പറയുന്നത് നമ്മൾ, അതിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് 20 മിനിറ്റ് അവനോട് ടൈം പറഞ്ഞു നോക്കാൻ. അങ്ങനെ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റ് വെച്ചെടുത്തപ്പോഴില്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചല്ലേ, അപ്പോൾ എൻ്റെ കൊച്ച് കേക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, തീ കത്തിച്ച് അത് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും, ചിലപ്പോൾ ചിക്കനൊക്കെ വറുക്കാനായിട്ട് ഇങ്ങനെ അവൻ ഇങ്ങനെ മാറിനേറ്റൊക്കെ ചെയ്യും, അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കൊച്ചിനൊരു ഭാവിയുണ്ട്, എൻ്റെ കൈയുടെ കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, നല്ല സങ്കടം പോട്ടെ, സന്തോഷം. നമുക്ക് അങ്ങനെയല്ലേ, നമ്മുടെ പിള്ളേർ എന്തൊക്കെയൊക്കെ ചെറുതായിട്ട് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം മൂത്താൾ അടുക്കളയിലോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല, അതാണ്. അപ്പോൾ ഇളയാൾ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ സന്തോഷത്തിലായിരുന്നു ഇന്ന് ഞാൻ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച. വേറെ എന്നാ ഉണ്ട്? നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചായ കുടിച്ച് തീർന്നുണ്ടോ? ഭയങ്കര ചൂട്. ചായ കുടിക്കുമ്പോൾ എപ്പോഴും നാക്കുള്ളൂ, അതെന്താണാവോ അസുഖം എനിക്കറിയില്ല. നല്ല ചൂടെടുത്ത് അങ്ങോട്ട് വിഴുങ്ങും. ചായ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ചായയുടെ ഭ്രാന്തിയാണ് ഞാൻ. ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിക്കുന്നത്. കുറച്ചും കൂടെ അന്നത്തെക്കാട്ടിലും കുറച്ചും കൂടെ പാടൊക്കെ പോയിട്ടുണ്ടല്ലേ. പക്ഷെ എന്നാലും ഒരുപാട് പാടുണ്ട്. ഇത് കുറച്ച് വലിയ നല്ല കറുത്ത പാടായിരുന്നു, കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ വേറെ എന്നാണ്ട് വിശേഷം? നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? നമ്മുടെ ചാനൽ ഇഷ്ടമാണോ? ഈ ചാനൽ കാണുന്നത് ഇഷ്ടമാണോ? ഫീഡ്ബാക്ക് പറയുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന ഒരു ചാനലൊന്ന് സബ് ചെയ്ത് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലും കൂടെ എത്തിയാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓട്ടോ സ്റ്റാൻഡിൻ്റെ അകത്താണ് കട. എൻ്റെ അമ്മോ, ഈ ഓട്ടോ കൊണ്ടുവന്ന് തിരിക്കുന്ന സൗണ്ടും ഓട്ടോയുടെ സൗണ്ടും കേട്ടിട്ട് ചില സമയം നമുക്ക് തല അങ്ങ് പൊളിഞ്ഞു പോകും. വണ്ടിയുടെ സൗണ്ട് കേട്ട് പിന്നെ നല്ല പൊടിയുണ്ട്. ജീവിക്കാൻ നമ്മൾ കിട്ടുന്ന ഓരോ വേഷങ്ങൾ, അതിൻ്റെ അടുത്ത് നമ്മൾ സഹിക്കേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ, അത് നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ പോകുന്നു. ഇതേ ഉള്ളൂ വിശേഷം. ഇന്ന് പിള്ളേരാരുമില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു. അപ്പോൾ നാളെ എല്ലാവരും കൂടിയുള്ളൊരു വ്ളോഗ് എടുക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കി പൊടിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ വക ബൈ, സീ യു, ടാറ്റാ.